ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ആയൊരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. സോ ടുഡേയ്സ് എ വ്ളോഗ് ഡേ. A day in my life with my pets. ഇത് നമ്മുടെ ബ്രൈറ്റി കുട്ടനാണ്. അവന് വിശക്കുന്നുണ്ടാവും മുതലാളി, പാവം പറയാനറിയാൻ പാടില്ലല്ല. സോ അവൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ ഫുഡിന് വേണ്ടി ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. സോ അപ്പം നമ്മൾ അവന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അവന് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഓട്സ് എല്ലാം ഉണ്ടാക്കി. പിന്നെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം പറയണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു. ചാടി ചാടി നക്കി 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 പ്ലേറ്റിൽ നിന്ന് തല പോലും എടുക്കാതെ നക്കി നക്കി കുടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവനെ നടത്താൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് കുറച്ച് പ്ലാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴേക്കുമാണ് നല്ല മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതില്ലാതെ. സോ അവനെ നമ്മൾ വരാന്തയിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി. അവൻ കുറച്ചൊന്ന് കാം ഡൗൺ ആയി. പിന്നെ നമ്മൾ അവനെ എടുത്തു കുറച്ച് ക്യാമറ മുന്നിൽ പോസ് ചെയ്യാനൊക്കെ വേണ്ടി നോക്കി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കലും ഭയങ്കര വികൃതിയായിരുന്നു. പിന്നെ അമ്മയോടൊപ്പം കുറച്ച് നേരം കളിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ കുറേ സമയം അതിന് പോയി. പിന്നെ പതുക്കെ മഴ മാറി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അറിയാലോ, മണ്ണൊക്കെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവൻ കിടന്ന് മാന്തി മാന്തി അവിടെയൊക്കെ കുഴിയാക്കി. It was at this moment that he knew he fucked up. പണിപാളി, പട്ടി കടിച്ചത് ചെറിയ രീതിയിലൊരു മുറിവായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വാക്സിൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. നല്ല ബെസ്റ്റ് ദിവസത്തെ നമുക്ക് പണി കിട്ടി. ഒരു സൺഡേ ദിവസം ആയതുകൊണ്ട് തന്നെ ടോക്കണുകളൊക്കെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പോയി കാര്യം പറഞ്ഞപ്പോഴത്തേക്കും തന്നെ അവരെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ടോക്കൺ തന്നു. ബട്ട് നമ്മൾ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ പോയത് ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ആശുപത്രിയിലാണ്, കൊല്ലങ്കോട്ടുള്ള. അത് കഴിഞ്ഞ് നമ്മൾ ക്യൂവിലെല്ലാം നിന്ന് ഡോക്ടറെ കണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു വാക്സിൻ കൊണ്ട് തീരില്ല, നമുക്കൊരു 4 ഡോസ് വാക്സിൻ എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് പതുക്കെ നമ്മളങ്ങ് ഇറങ്ങി. വരുന്ന വഴിക്ക് നമ്മൾ റോഡ് സൈഡൊക്കെ നിർത്തി ഒരു കരിമ്പിൻ ജ്യൂസ് എല്ലാം കുടിച്ച് അങ്ങനെ വീടെത്തിയപ്പോൾ അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവൻ കടിച്ചത് ചെറുതായിട്ടൊരു പാടായി. അപ്പോൾ അവനെ ചീത്ത അറിയാമെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അവനിങ്ങനെ പാട്ടിനെ പോലെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ മേലെയൊക്കെ കയറി. വീട് ആക്ച്വലി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കെല്ലാം പെൻഡിങ് ആയി ഇങ്ങനെ ഓരോന്നായി ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലുള്ള ഫാം. അവിടെയാണ് നമുക്കൊരു മൊത്തത്തിൽ 4 പശുക്കളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. പാടത്തിനോട് ചേർന്നൊരു വീടാണ്. സോ ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. ബൈ.